അപ്പം നമ്മൾ പാരലൽ ലൈൻസിലെ ഈക്വൽ ഡിവിഷനും അൺഈക്വൽ ഡിവിഷൻസും മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നല്ലേ. നിങ്ങൾക്ക് സ്കൂളിൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് പഠിപ്പിച്ച് തുടങ്ങിയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിലെ പാർട്ട് മുഴുവൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് പോയി നോക്കണേ. അപ്പൊ ഇനി നമ്മൾ പാരലൽ ലൈൻസിൽ പഠിപ്പിച്ച് തീർക്കാനുള്ള പോർഷനാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ചാപ്റ്റർ 5 നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ നമ്മളിവിടെ പേജ് നമ്പർ 46 ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ ഭാഗം എന്ന് പറയുന്ന പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് പാരലലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാൻ പോവുക. അപ്പൊ പാരലലായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് എടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് ആയാലും എടുക്കാം. നമുക്കിപ്പോൾ ഈ സൈഡ് എടുക്കാം അല്ലേ. അപ്പൊ ഈ സൈഡിന് പാരലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ ബേസിന് പാരലായിട്ട് ബേസിന് സമാന്തരമായിട്ട് ഒരു ലൈൻ വരച്ചല്ലേ. ബേസിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന ഈ ലൈൻ നോക്കിയേ, ഈ സൈഡിനെയും കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ സൈഡിനെ എങ്ങനെയാ കട്ട് ചെയ്യുന്നത്? ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ഭാഗമായിട്ടും ഇവിടെ മുതൽ ഇവിടെ വരെ അടുത്ത ഭാഗമായിട്ടും അല്ലെ അടുത്ത കഷ്ണമായിട്ടും കട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ഭാഗമായിട്ടും ഇവിടെ മുതൽ ഇവിടെ വരെ അടുത്തൊരു ഭാഗമായിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ത്രികോണത്തിന്റെ ഈ മൂലയ്ക്കൂടെ ഞാൻ വേറൊരു പാരലൽ ലൈൻ, അതായത് ഈ രണ്ട് പാരലൽ ലൈൻസിനും ഈ രണ്ട് സമാന്തര വരകൾക്കും സമാന്തരമായിട്ട് വേറൊരു സമാന്തര വരയും കൂടെ വരയ്ക്കാൻ പോവാം. ഇത് മൂന്നും പരസ്പരം എന്താണ്? പരസ്പരം പാരലലാണ് അല്ലെ. അതായത് പരസ്പരം സമാന്തരമായിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 3 സമാന്തര വരകള് മറ്റേത് വരെയും കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 3 സമാന്തര രേഖകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇതാണ് അല്ലെ, ഒന്ന് ഇതാണ്. അങ്ങനെ 3 സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. ആ സമാന്തര വരകളെ കട്ട് ചെയ്യുന്ന വേറെ 2 വരകളാണ് ഇത് അല്ലെ. ഈ 2 വരകളും ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്, ഒരേ അംശബന്ധത്തിലായിരിക്കും മുറിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ പി എന്ന് കൊടുത്തു, ഇവിടെ മുതൽ ഇവിടെ വരെ പി എന്ന് കൊടുത്തു, ഇവിടെ മുതൽ ഇവിടെ വരെ ക്യൂ എന്നും കൊടുത്തു. അതേപോലെ ഇവിടെ മുതൽ ഇവിടെ വരെ ആർ എന്നും ഇവിടെ മുതൽ ഇവിടെ വരെ എസ് എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ അംശബന്ധത്തിൽ എഴുതാം? പി ഈസ് ടു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പി ഈസ് ടു അല്ലെങ്കിൽ പി അംശബന്ധം ക്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ, തുല്യമായിരിക്കും. ഏത് അംശബന്ധം? ആർ ഈസ് ടു എസ്, ആർ ഈസ് ടു എസ്. അതായത് ഈ ലൈനിനെ കട്ട് ചെയ്യുന്നത് ഏത് അംശബന്ധത്തിലാണോ അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും ഈ ലൈനിനെ കട്ട് ചെയ്യുന്നതും. അതിനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഈ ലൈൻ കട്ട് ചെയ്യുന്നത് 3 സമാന്തര രേഖകളെ ആയിരിക്കണം അല്ലെ, സമാന്തര വരകളെ ആയിരിക്കണം. സമാന്തര വരകളെ അല്ല ഈ 2 ലൈനും കട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അംശബന്ധത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 3 സമാന്തര വരകളെ മറ്റേതെങ്കിലും 2 ലൈൻസ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവ കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഈസ് ടു ക്യൂ ഈക്വൽ ടു ആർ ഈസ് ടു എസ് എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് എന്ന് എഴുതാം അല്ലയോ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ, അതായത് ഇതിന്റെ കോൺവേഴ്സ് പാർട്ട്, അതായത് തിരിച്ചുള്ള പാർട്ട് കൂടെ പറയാം. അപ്പൊ നോക്കിയേ, ഏതെങ്കിലും 2 ലൈൻസിനെ, ഏതെങ്കിലും 2 ലൈൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലൈനും ആ പറയുന്നത് കേട്ടോ. ഈ 2 ലൈൻസിനെ ഒരേ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് പി ഈസ് ടു ക്യൂ ആയിരിക്കും ആർ ഈസ് ടു എസ് എങ്കിൽ, മനസ്സിലായോ? ഏതെങ്കിലും 2 ലൈനിനെ ഒരേ അംശബന്ധത്തിൽ, അപ്പൊ പി ഈസ് ടു ക്യൂ എത്രയാണോ അതേ അംശബന്ധം തന്നെ ആയിരിക്കുമല്ലോ ആർ ഈസ് ടു എസ്. അപ്പൊ ഈ 2 അംശബന്ധങ്ങളും തുല്യമാണെങ്കിൽ നമുക്ക് എന്തു പറയാം? ഈ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടല്ലോ, അതാണ്ട് ഈ വരച്ചേക്കുന്നത്, അവ എന്തായിരിക്കും? അവ പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പൊ തിരിച്ചും മറിച്ചും നമ്മൾ പറയുന്നുണ്ട്, ഇത് പാരലൽ ലൈൻസ് ആണെങ്കിൽ 3 പാരലൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ മറ്റേത് ലൈനിനെയും എങ്ങനെ കട്ട് ചെയ്യും? ഒരേ അംശബന്ധത്തിൽ കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരേ അംശബന്ധത്തിൽ ഏതെങ്കിലും ലൈൻസിനെ കട്ട് ചെയ്യുവാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ലൈൻസ് എന്തായിരിക്കും? പാരലൽ ലൈൻസും ആയിരിക്കും. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 48 കിടക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായിട്ട് മറ്റൊരു ലൈൻ വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ബാക്കി 2 സൈഡിനെയും ഒരേ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ പി എന്നും ഇവിടെ മുതൽ ഇവിടെ വരെ ക്യൂ എന്നും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലൈനിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ മുതൽ ഇവിടെ വരെ ആർ, ഇവിടെ മുതൽ ഇവിടെ വരെ എസ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? പി ബൈ ക്യൂ ഈക്വൽ ആണ് ആർ ബൈ എസ് എന്ന് അറിയാം അല്ലേ. അതേപോലെ തന്നെ
ഈ ലൈനിന്റെ മൊത്തം നീളവും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ മുതൽ ഇവിടെ വരെ ടോട്ടൽ ലെങ്ത്, അതായത് മൊത്തം നീളം എത്രയാണ്? എ ആണ്. അതേപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ അതിന്റെ മൊത്തം നീളം എത്രയാണ്? ബി യു ആണ്. ഒന്നുകൂടെ പറയാം, ഇതിന്റെ മൊത്തം നീളം എയും അതിനെ കട്ട് ചെയ്യുന്നത് പി ബൈ ക്യൂ ആയിട്ടുമാണ്. ഇതിന്റെ മൊത്തം നീളവോ ബി ആണ്, അതിനെ കട്ട് ചെയ്യുന്നതോ ആർ ബൈ എസ് ആയിട്ടാണ്. ഇങ്ങനെ തന്നാൽ പി ബൈ ക്യൂ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് പി ബൈ എ എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ പി ബൈ എ ആണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? ആർ ബൈ ബി എന്ന് എഴുതാം അല്ലേ? ആർ ബൈ ബി. അതായത് കട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗം ഡിവൈഡഡ് ബൈ ടോട്ടൽ നീളം, മൊത്തത്തിലുള്ള നീളം. ഇവിടെയും അതുപോലെ തന്നെ കട്ട് ചെയ്ത ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഭാഗം ഏതാ? ഇതാണല്ലേ, പിക്ക് ഈക്വൽ ആയിട്ടുള്ള ഭാഗം ആറാണ്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ ബി. അതേപോലെ തന്നെ ഈ ഒരു പീസ് എടുക്കുന്നെങ്കിലോ ക്യൂ എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗമാണ്, അതേ ഡിവൈഡ് ബൈ മൊത്തത്തിലുള്ള നീളം അല്ലേ എ. അങ്ങനെയാണെങ്കിൽ അതിന് ഈക്വൽ ആരായിരിക്കും? എസ് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള നീളം ബി ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എഴുതാം. അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ആ ലൈൻ മറ്റ് രണ്ട് സൈഡിനെയും ഒരേ അംശബന്ധത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കി, നമ്മുടെ ട്രയാങ്കിൾ എ ബി സി എന്നാണ്. എ ബി സിയിലെ ബി സി എന്ന് പറയുന്ന സൈഡ് കണ്ടോ? ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് നമ്മൾ പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ബി സി എന്ന് പറയുന്ന ലൈനും പി ക്യൂ എന്ന് പറയുന്ന ലൈനും ഇവ രണ്ടും എന്താണ്? സമാന്തര വരകളാണ് അല്ലെ? അതേപോലെ തന്നെ എ സി എന്ന് പറയുന്ന ലൈനിനെയും എ ബി എന്ന് പറയുന്ന ലൈനിനെയുമാണ് ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ സെയിം റേഷ്യോ വരുന്ന അല്ലെങ്കിൽ ഒരേ അംശബന്ധം വരുന്ന രണ്ട് സൈഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എ സിയെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ പി പി സി അല്ലെങ്കിൽ പി എ പി സി എന്ന് കൊടുക്കുക അല്ലേ? അതേപോലെ തന്നെ എ ബിയെ കട്ട് ചെയ്യുന്നതോ ക്യൂ എ ക്യൂ ബി എന്ന് കൊടുക്കുക അല്ലെ? ഈ രണ്ട് സൈഡുകളാണ് ഒരേ അംശബന്ധത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എ ബി എന്ന് പറയുന്ന സൈഡിനെ എങ്ങനെയാ കട്ട് ചെയ്തത്? 3 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ സിയെ എത്ര സെന്റിമീറ്റർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ സിയുടെ മൊത്തം ലെങ്ത്, മൊത്തം നീളം 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുമുണ്ട്. എ പിയും പി സിയും എത്ര വീതമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ ക്യു ഈസ് ടു ക്യൂ ബി എത്രയാണ്? എ ക്യു ഈസ് ടു ക്യൂ ബി. ക്യൂ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ സൈഡ് തന്നിട്ടുണ്ട്. ഈ സൈഡ് എത്രയാണ്? 3യും 5ഉം ആണല്ലേ? അതിന്റെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എത്ര തന്നെയാണ്? 3:5 തന്നെയാണ് അല്ലേ? അതേപോലെ തന്നെ എ സിയെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഷ്യോ എത്ര തന്നെയാണ്? 3:5 തന്നെയാണ്. അംശബന്ധം രണ്ട് സെയിം ആണല്ലോ. അപ്പൊ എ സിയെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എ പി ഈസ് ടു പി സി എന്ന് വരും അല്ലേ? അത് എത്ര തന്നെയാണ് റേഷ്യോ? 3:5 തന്നെയാണ്. പക്ഷേ എ പിയുടെ ലെങ്ത്, എ പിയുടെ നീളം 3 ആണോ? അല്ല, റേഷ്യോ മാത്രമാണ് 3:5. ഇതിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എ സിയുടെ മൊത്തം നീളം 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ പി എങ്ങനെ കണ്ടുപിടിക്കാം? എ പിയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? എ പി ഈക്വൽ ടു മൊത്തം നീളം എത്രയാണ്? എ സി എന്ന് പറയുന്ന മൊത്തം നീളം എത്രയാണ്? 6 ആണല്ലയോ? അപ്പൊ ഈ 6നെ നമ്മൾ 3:5 എന്ന അംശബന്ധത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എങ്ങനെയാണ്? 6 ഗുണം 3, മൊത്തം 6 ആണ്. അതിൽ 3 ഭാഗമാണ് എ പി അല്ലെ? എ പി എന്ന് പറയുന്ന 3 ഭാഗമാണ്. എത്ര ഭാഗത്തിലാണ് 3 ഭാഗം? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 3 + 5 8. 8ൽ 3 ഭാഗമാണ് എ പി. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എ ബിയെ കട്ട് ചെയ്യുന്ന അംശബന്ധവും എ സിയെ കട്ട് ചെയ്യുന്ന അംശബന്ധവും എന്താണ്? തുല്യമാണ്. കാരണം അറിയാമല്ലോ, ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന്റെ സമാന്തര രേഖ വരച്ചു കഴിഞ്ഞാൽ മറ്റു രണ്ട് വശത്തെയും എന്തായിരിക്കും? തുല്യ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എ ബിയെ കട്ട് ചെയ്യുന്നതും എ സിയെ കട്ട് ചെയ്യുന്നതും തുല്യ അംശബന്ധത്തിലാണല്ലോ. അപ്പൊ എ ക്യു ഈസ് ടു ക്യൂ ബി എന്ന് പറയുന്ന അംശബന്ധം തന്നെയായിരിക്കും എ പി ഈസ് ടു പി സി എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ഇതിലെ എ പി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എ പി എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് വരുന്നതാ? എ സി എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നതാണ് അല്ലേ? അപ്പൊ മൊത്തം എ സി എന്ന് പറയുന്ന 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ മൊത്തം 6നെ നമ്മൾ എങ്ങനെയാ കട്ട് ചെയ്യേണ്ടത്? 3:5 എന്നുള്ള അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. 3:5 എന്നുള്ള അംശബന്ധത്തിൽ കട്ട് ചെയ്യുമ്പോൾ നോക്കണം, 3 എന്ന് പറയുന്നത് എത്ര ഭാഗമാണ് മൊത്തം ഇവിടെ ഉള്ളത്? 3 + 5 8 അല്ലെ? 8ൽ 3 ഭാഗമാണ് എ പി.
മനസ്സിലായല്ലോ? എ പിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അംശബന്ധമാണ് ഇവിടെ കിടക്കുന്നത് 3. അപ്പം മൊത്തം 8 3 ഭാഗമാണ് എ പി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എ പിയുടെ നീളം കണ്ടുപിടിക്കുന്നത്. ഇവിടെ 8നെയും 6നെയും നമുക്ക് 2 വീതം കട്ട് ചെയ്യാമല്ലോ. കാരണം ഇത് രണ്ടും എന്താണ്? ഇരട്ട സംഖ്യകളാണല്ലേ, ഈവൻ നമ്പേഴ്സ് ആണല്ലേ. 2നെ നമുക്ക് 2 വീതം കട്ട് ചെയ്യാം. 6നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ എത്രയാണ്? 3 ആണല്ലേ. 3 × 2 ആണ് 6. 8നെ 2 കൊണ്ട് കട്ട് ചെയ്താലോ? 4. 4 × 2 ആണ് 8. ഇനി നോക്കിയ ബാക്കി 3 × 3 9 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 9 ഡിവൈഡ് ബൈ 4 ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം, ഹരിച്ചു നോക്കാം. 9 ഡിവൈഡഡ് ബൈ 4 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 2 8 ആണല്ലേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. ശിഷ്ടം എത്ര കിട്ടും? 9 ന്ന് 8 പോകെ 1. 4നെ 1 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ഇടും. പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു 0 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 1 4 4 24 ആണ് 8. വീണ്ടും എന്താണ്? 2 കൊടുക്കുക. ഇവിടെ 8 എന്ന് കൊടുക്കുക. ഇതിന്റെ ശിഷ്ടം എത്ര കിട്ടും? 2. 10 ന്ന് 8 പോകെ 2 എന്ന് കിട്ടും. വീണ്ടും നമുക്കൊരു 0 കൂടെ കൊടുക്കാമല്ലോ. 0 കൊടുത്തു. 5 × 4 20 ആണല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 5. 5 × 4 20. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എ പി എന്ന് പറയുന്ന ആൻസർ എത്ര കിട്ടി? 2.25 സെന്റിമീറ്റർ എന്ന് കിട്ടി. പി സി അപ്പോൾ എത്രയാണ്? മൊത്തം 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്ററിൽ നിന്നും ഇവിടെ ഇപ്പം എത്ര കിട്ടി? 2.25 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. മൊത്തം 6ൽ നിന്നും 2.25 അങ്ങ് മൈനസ് ചെയ്താൽ മതിയല്ലോ, കുറച്ചാൽ മതിയല്ലോ. എങ്ങനെ കുറയ്ക്കും? 6 മൊത്തം. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 2.25. അപ്പം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 6 കഴിഞ്ഞിട്ട് ഇവിടെ 2 0 ഇട്ട് കൊടുക്കണം. 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഇപ്പുറത്തുനിന്ന് കടവെടുക്കും. ഇവിടെ വന്നപ്പോൾ ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇവിടെയും 0 ആണല്ലേ. അപ്പം അടുത്ത സ്ഥാനത്തുനിന്ന് കടവെടുക്കും. ഇവിടുന്ന് നമ്മൾ 6 ഉണ്ടായിരുന്നു. 6ൽ നിന്ന് ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇപ്പം ഇവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട്. 10ൽ നിന്ന് ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം ഇവിടെ എത്ര ആയി? ഇവിടെ 10 ആയി. അപ്പം ഇവിടെ ബാക്കി എത്ര ആയി? 9. അപ്പം 10ൽ നിന്ന് 5 പോകെ 5. 9. ഇവിടെ 9 അല്ലേ ഉള്ളൂ. 9ൽ നിന്ന് 2 പോകെ 7. അടുത്ത എന്താണ്? പോയിന്റ്. ഇവിടെ 6 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിനല്ലേ അങ്ങോട്ട് കൊടുത്തത്. അപ്പൊ ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 5. 5ൽ നിന്ന് 2 പോകെ 3. അപ്പൊ ഇവിടെ പി സി എന്ന് പറയുന്ന ലെങ്ത് എത്ര കിട്ടി? 3.75 സെന്റിമീറ്റർ എന്ന് കിട്ടി. 3.75 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ എ പി എന്ന് പറയുന്ന സൈഡ് 2.25 എന്നും പി സി എന്ന് പറയുന്ന സൈഡ് 3.75 സെന്റിമീറ്റർ എന്നും കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രം തന്നിട്ടുണ്ട് അല്ലെ. പാരലോഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്തരികം. ഒരു സാമാന്തരികം തന്നിട്ടുണ്ട്. ഇവിടെ എ ബി എന്ന് പറയുന്ന വശം കണ്ടല്ലോ. ഈ വശത്തില് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. ഈ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ ബി സിക്ക് പാരലായിട്ട് പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലേ. അപ്പൊ എ ബി എന്ന് പറയുന്ന സൈഡില് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ കൂടി ബി സിക്ക് പാരലായിട്ട് പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എ ഡി എന്ന് പറയുന്ന ലൈൻ കണ്ടോ. എ ഡി എന്ന് പറയുന്ന ലൈനില് ആർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ആർ ക്യൂ. ആ ആർ ക്യൂ എന്തിന് പാരലാണ്? സി ഡി അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്ന ഈ സൈഡിന് പാരലാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ പി ബൈ പി ബി ഈക്വൽ ആയിരിക്കും എ ആർ ബൈ ആർ ഡി. അതായത് ഈ അംശബന്ധം എ പി ബൈ പി ബി, ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന ഈ അംശബന്ധം എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന എ ആർ ബൈ ആർ ഡിയോട് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കിയേ, എ ബി സി ഡി എന്ന് പറയുന്ന നമ്മുടെ പാരലോഗ്രം ഉണ്ടല്ലോ, നമ്മുടെ സാമാന്തരികം. ഈ സാമാന്തരികത്തിനെ എ സി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ കട്ട് ചെയ്യുന്ന കണ്ടോ. അപ്പൊ എ സി എന്ന് പറയുന്ന ഈ ലൈൻ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ 2 രൂപങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. ഏതാണ്? 2 ട്രയാങ്കിൾ, 2 ത്രികോണങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. ഒരു ത്രികോണത്തിന്റെ പേരെന്താണ്? എ ബി സി. കണ്ടോ? എ ബി സി കണ്ടോ. അതേപോലെ വേറൊരു ട്രയാങ്കിൾ കൂടെ ഉണ്ടല്ലോ, വേറൊരു ത്രികോണം കൂടെ ഉണ്ടല്ലോ. ഏതാണ്? എ ഡി സി. അതായത് ഈ ഒരു പാരലോഗ്രത്തിനെ നടുക്കൂടെ, അതായത് വികർണം അല്ലെങ്കിൽ ഡയഗണലിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ടല്ലേ. ഈ 2 ട്രയാങ്കിൾ നോക്കിയേ. ഒന്ന് എ ബി സി, അടുത്തതോ എ ഡി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബി സി എന്ന് പറയുന്ന സൈഡ് കണ്ടോ. ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് വരച്ചേക്കുന്ന ഒരു ലൈനാണ് പി ക്യു അല്ലെ. ബി സിക്ക് പാരലാണ് പി ക്യു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഈ ട്രയാങ്കിൾ എ ബി സിയില് ബി സിക്ക് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനാണ് പി ക്യു. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന്റെ മറ്റു 2 സൈഡുകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാ? എ ബിയും
എ സിയും. ഈ രണ്ട് സൈഡിനെ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ? അപ്പൊ നോക്കിയേ, എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം, ഈ ത്രികോണത്തിന്റെ ഒരു വശമായ ബി സിക്ക് പാരലായിട്ട് പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ ബി നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? എ പി ഈസ് ടു പി ബി എന്നാണ് അല്ലേ? എ പി ഈസ് ടു പി ബി എന്നാണ്. എ പി ഈസ് ടു പി ബി ആയിരിക്കും എന്ത്? എ ക്യു ഈസ് ടു ക്യു സി ആണേ. എ ക്യു ഈസ് ടു ക്യു സി. അത് സംശയമില്ലല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ എ പി ഈസ് ടു പി ബി ആയിരിക്കും എ ക്യു ഈസ് ടു ക്യു സി. ഏത് ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്? കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? എ പി ബൈ പി ബി ആയിരിക്കും എന്ത്? എ ക്യു ബൈ ക്യു സി. മനസ്സിലായല്ലോ? എ പി ബൈ പി ബി ആയിരിക്കും എ ക്യു ബൈ ക്യു സി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ ഒന്ന് എടുത്താലോ? എ ഡി സി എന്ന് പറയുന്ന അടുത്ത ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായല്ലോ. ട്രയാങ്കിൾ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞു. ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ എ ബി സി ആയിരുന്നു. അപ്പൊ ഇനി അടുത്ത കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എ ഡി സി ആണ്. അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ എന്തെഴുതാം? ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ടുള്ള ഡി സി അല്ലേ? ഡി സിക്ക് പാരലായിട്ട് ആർ ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ കണ്ടോ? ഡി സിക്ക് പാരലായിട്ട് ആർ ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് സൈഡിനെയും, എ ഡി എന്ന് പറയുന്ന സൈഡിനെയും എ സി എന്ന് പറയുന്ന സൈഡിനെയും എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്? ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ? അപ്പൊ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഡി എന്ന് പറയുന്ന സൈഡിനെ എങ്ങനെയാ കട്ട് ചെയ്യുന്നത്? എ ആർ ഈസ് ടു ആർ ഡി. നമുക്ക് എഴുതാം എ ആർ ഈസ് ടു ആർ ഡി ഈക്വൽ ആയിരിക്കും. അടുത്ത സൈഡ് ഏതാ? ഇതാണല്ലേ എ സി അല്ലേ? എ ക്യു ഈസ് ടു ക്യു സി. എ ക്യു ഈസ് ടു ക്യു സി. ഇതിനെ നമുക്കിനി ഫ്രാക്ഷൻ ആക്കാമല്ലോ. എ ആർ ഈസ് ടു ആർ ഡി എന്നുള്ളത് എങ്ങനെയാണ്? എ ആർ ബൈ ആർ ഡി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് കൊടുക്കാമല്ലോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ നോക്കിയേ, എ ക്യു ബൈ ക്യു സി ഇവിടെയും ഉണ്ട് എ ക്യു ബൈ ക്യു സി അല്ലേ? ഇക്വേഷൻ 1 പറയുന്നത് എ പി ബൈ പി ബി ഈക്വൽ ആണ് എ ക്യു ബൈ ക്യു സി അല്ലേ? ഇനി ഇവിടെ ഇക്വേഷൻ 2 ഒരു എ ക്യു ബൈ ക്യു സി ഉണ്ടല്ലോ, അതിനോട് ഈക്വൽ ആരാണ്? എ ആർ ബൈ ആർ ഡി. അപ്പൊ ഇതിൽ നമുക്ക് ഇതിനെ മാറ്റിയാൽ എന്തെഴുതാം? എ പി ബൈ പി ബി ഈക്വൽ എ ആർ ബൈ ആർ ഡി എന്ന് എഴുതല്ലോ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്തായിരുന്നു? എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്നായിരുന്നു അല്ലേ? അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ പി ബൈ എ ബി എന്നാണ് അല്ലേ? എ പി എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ഒരു കട്ട് ചെയ്ത ഒരു ഭാഗമാണ്. എ ബി എന്ന് പറയുന്നതോ? എ ബി എന്ന് പറയുന്നത് ആ മൊത്തം നീളമാണ് അല്ലേ? ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തിനോട് അതിന്റെ മൊത്തം സൈഡും സെയിം റേഷ്യോയിൽ വരാം അല്ലേ? അപ്പൊ എ പി ഡിവൈഡഡ് ബൈ എ ബി എന്നും വരാം. അതുപോലെ തന്നെ പി ബി ഡിവൈഡഡ് ബൈ എ ബി എന്നും വരാം അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ബി സി പാരലാണ് പി ക്യു, അല്ലെങ്കിൽ പി ക്യു പാരലാണ് ബി സി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ നമുക്ക് ഏത് റേഷ്യോയിലും പറയാം? എ പി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു എ ക്യു ഡിവൈഡഡ് ബൈ എ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പി ക്യു പാരലാണ് ബി സി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ക്വസ്റ്റ്യനകത്തിൽ എ പി ബൈ എ ബി എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ എ പി തന്നെ എടുത്തത്. പി ബി ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പി ബി ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ? പി ബി ബൈ എ ബി എന്ന് കൊടുത്തേനെ അല്ലേ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ പി ബി അല്ല ചോദിച്ചേക്കുന്നത്, എ പി ആണ്. അതുകൊണ്ട് എ പി ബൈ എ ബി. എ പി എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ട് ഡിവൈഡഡ് ബൈ എന്തെഴുതാം? മൊത്തം എ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആ ട്രയാങ്കിളിന്റെ തന്നെ അടുത്ത സൈഡ് എ ക്യു, അടുത്ത സൈഡിനെ കട്ട് ചെയ്യുന്ന ചെറിയ പാർട്ട് എ ക്യു. എ ക്യു ബൈ അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? എ സി എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുവാണ്. എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എ പി ബൈ എ ബി ഈക്വൽ ടു എ ക്യു ബൈ എ സി എന്ന് എഴുതാമല്ലോ. എ പി ബൈ എ ബി എന്ന് എഴുതാം അല്ലെ? എ ബി ഈക്വൽസ് എ ക്യു ബൈ എ സി എന്ന് എഴുതാമല്ലോ.
ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. അടുത്ത ട്രയാങ്കിൾ ഏതായിരുന്നു? ADC ആണല്ലേ. ADCയിലും ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? ADCയിൽ DC പാരലലാണ് RQ. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് സൈഡും അല്ലയോ ഇത്? ഏതൊക്കെയാ? ADയും AC-യും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് രണ്ടാമത്തെ റേഷ്യോ വരുന്നത് AR/AD എന്നാണല്ലേ. അപ്പൊ ഏത് സൈഡായിരിക്കും, ഏത് ഭാഗമായിരിക്കും നമ്മൾ എടുക്കുന്നത്? AR എന്ന് പറഞ്ഞ ഈ ഭാഗമാണല്ലേ. AR/ മൊത്തത്തിലുള്ള സൈഡാണ് AD. അപ്പൊ AR/AD ഈക്വൽ ആയിരിക്കും എന്ത്? AQ/ മൊത്തം സൈഡ് AC. അപ്പൊ AR/AD AQ/AC എന്ന് എടുക്കാമല്ലോ. ട്രയാങ്കിൾ ADC നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. DC പാരലലാണ് RQ അല്ലേ, അല്ലെങ്കിൽ RQ പാരലാണ് DC. അവിടെ നമ്മൾ ഏത് റേഷ്യോ എടുക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനകത്ത് AR എന്ന് പറയുന്ന ലെങ്ത് ആണ് വേണ്ടത്. അതുകൊണ്ട് AR/AD ഈക്വൽസ്, ഇപ്പുറത്തെ സൈഡ് എങ്ങനെയായിരുന്നു? നിങ്ങൾ പടം ഒന്ന് നോക്കിക്കോണേ. AQ/AC. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക അല്ലേ. അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഫ്രം 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? AP/AB ഈക്വൽ ടു AQ/AC ആണല്ലേ. AQ/AC ഈക്വൽസ്, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ. AQ/AC ഇവിടെയും കിടപ്പുണ്ട് അല്ലേ. അതിനോട് ഈക്വൽ ആരാണ്? AR/AD ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? AP/AB ആയിരിക്കും AR/AD അല്ലേ. AP/AB ഈക്വൽ ആയിരിക്കും AR/AD. ഇതല്ലായിരുന്നു രണ്ടാമത്തെ പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ രണ്ട് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ എക്സസൈസിൽ ഇനി 2 ക്വസ്റ്റ്യനോടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററായ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനും ഇതിന്റെ കൂട്ടത്തിൽ ഇടുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു.